മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില ഭാഗങ്ങൾ. അതിന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടലരികെ ഇരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുകൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്നു അത് തിന്നുകളഞ്ഞു. ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറ് ചൂട് തട്ടി വേർ ഇല്ലായാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളും മുളച്ചു വന്നു വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പുരുഷാരത്തോട് സംസാരിക്കുമ്പോൾ ഉപമകളായിട്ട് അവരോട് സംസാരിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഉപമകളായി കർത്താവ് പുരുഷാരത്തോട് അവൻ സംസാരിക്കുവാൻ പ്രത്യേകമായ കാരണമുണ്ട്. അവൻ ഉപമകൾ പറഞ്ഞതിന് ശേഷം ആ കർത്താവ് അവസാനം പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ഹല്ലേലൂയ. നമ്മളൊരു വിഷയം ചിന്തിക്കും, ചെവിയില്ലാത്ത ആരോട് ഒരു വിഷയം കാണുകയില്ല, എല്ലാവർക്കും ചെവിയുണ്ട്. അവൻ പിന്നെ എന്തിനാണ് കർത്താവ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത്? അവൻ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ അവൻ പ്രവചിച്ച ഒരു വചനത്തിന്റെ അവൻ നിവർത്തീകരണമാണ് അവൻ കർത്താവ് ഉപമകളായി സംസാരിക്കുവാൻ കാരണം. ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ എന്ന് കർത്താവ് പറയുവാൻ കാരണം പ്രവാചകൻ മുന്നമേ അവൻ ഹല്ലേലൂയ പ്രവചിച്ച പ്രവചനത്തിന്റെ നിവർത്തീകരണം സംഭവിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ അവൻ കർത്താവ് പറയുവാനിടയായത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പുരുഷാരത്തോട് സംസാരിക്കുമ്പോൾ ഉപമകളായിട്ടാണ് സംസാരിക്കാനിടയാകുന്നത്. ഉപമകളിൽ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അത് ഒരു വശത്തിൽ മനസ്സിലാകണമെന്ന് വരികയില്ല. ദൈവത്തിന് സ്തോത്രം. പാരബോളിക് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ആണ്, ഒരു പ്രത്യേകമായ സ്റ്റൈലുള്ള ലാംഗ്വേജ് ആണ്. അത് അവൻ ട്രൂത്തിനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു ലാംഗ്വേജ് സ്റ്റൈലാണ് പാരബോളിക് ലാംഗ്വേജ്, ഉപമകൾ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് ഹിഡൻ ട്രൂത്ത് കിടപ്പുണ്ടോ? അവൻ ഹല്ലേലൂയ. അത് എപ്പോഴാണോ റിസീവർ അല്ലെങ്കിൽ അത് പ്രാപിക്കുന്നവൻ, അത് കേൾക്കുന്നവൻ റെഡിയാകുക, അപ്പോൾ അതിന്റെ ബെനഫിറ്റ് തനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. എല്ലാവരും കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും ഗ്രഹിക്കാനായിട്ട് അത് സാധ്യമല്ല. അവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അവൻ ഹല്ലേലൂയ അതിനെ സ്വീകരിക്കുന്ന വ്യക്തി, അതിനെ പ്രാപിക്കുന്ന വ്യക്തി, അവൻ എപ്പോഴാണോ അതിനെ കുറിച്ച് ബോധ്യം വരിക, അപ്പോൾ അവന്റെ ജീവിതത്തിൽ അതൊരു വിടുതലായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വേദഭാഗങ്ങൾ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? യെശയ്യാ പ്രവാചകൻ 9:1 മുതലുള്ള ഭാഗം. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ജനം, കഷ്ടതയിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. അവൻ കഷ്ടതയിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിൽ മഹത്വം വരുത്തും. കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിൽ മഹത്വം വരുത്തും. യോർദാനക്കരയുള്ള ഗലീല പ്രദേശങ്ങൾ, അവൻ സെബൂലൂൻ നഫ്താലി ദേശത്തുള്ള ജനങ്ങൾക്ക് അവൻ പ്രവാചകൻ പറയുകയാണ്, അവർ ഇപ്പോൾ ഹീനത വന്നിരിക്കുകയാണ്. അവർ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു, ഇരുട്ടിലും
അന്ധതമസ്സിലുമായിരിക്കുകയാണ്. അവർക്ക് കണ്ണുണ്ടെങ്കിലും കാണുവാൻ കഴിയുന്നില്ല, ചെവിയുണ്ടെങ്കിലും അവർക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. അവർ ഇരുട്ടിലും അന്ധതമസ്സിലുമായിരിക്കുകയാണ്. കാരണം എന്താണ്? ഈ പ്രദേശത്തുള്ള ജനത്തെ അവൻ അസീറിയൻ സാമ്രാജ്യം കടന്നു വന്ന പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഈ പ്രദേശം ഇപ്പോൾ ആ ജാതികളുടെ ഭരണത്തിന് കീഴിലായിരിക്കുന്നു. അതുകൊണ്ട് നൂറ്റാണ്ടുകളായി ആ പ്രദേശം ഇരുട്ടിലും അന്ധതമസ്സിലുമായിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രദേശത്ത് അവൻ ഹല്ലേലൂയ ഒരു വലിയ പ്രകാശം ഉണ്ടാകുവാൻ പോകുന്നുവെന്ന് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. അതിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ അതിന്റെ അവൻ ഹല്ലേലൂയ റീസൺ പറയുകയാണ്. എങ്ങനെയാണ് അവൻ ഹല്ലേലൂയ ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് പ്രകാശമുണ്ടാകുക, വെളിച്ചമുണ്ടാകുക? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമായി വീരനാമം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഇരുട്ടിലിരിക്കുന്ന ജനത്തിനു വേണ്ടി ഒരു ശിശു ജനിക്കുകയാണ്. അവൻ കടൽ വഴിയായി കടന്നു വന്ന ആ ദേശത്തിന് അന്ധകാരത്തെ മാറ്റിയിട്ട് അത്ഭുത പ്രകാശത്തെ ആ ദേശത്ത് കൊടുക്കുമെന്ന് പ്രവാചകൻ മുന്നമേ വിളിച്ചു പറഞ്ഞ പ്രവചനം നിവർത്തിയാകുന്നത് യേശു ക്രിസ്തുവിൽ കൂടെ. അവൻ ഗലീല പട്ടണത്തിൽ കൂടെ, അവൻ കടൽ തീരത്തുകൂടെ നെടുകയും കുറുകയും സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ സ്വർഗരാജ്യത്തെ അവൻ വിളിച്ചു പറയുവാനിടയായി. ഹല്ലേലൂയ. കർത്താവ് സംസാരിക്കുമ്പോൾ ഉപമകളായിട്ടാണ് സംസാരിച്ചത്. ഹല്ലേലൂയ. കണ്ണുണ്ടവർക്കും കാണുവാൻ കഴിയാതെ, ചെവിയുണ്ടായിട്ടും കേൾക്കുവാൻ കഴിയാതെ അവൻ ഇരിക്കുന്ന ഒരു ജനത്തിന്റെ മധ്യത്തിൽ ഉപമകളായി കർത്താവ് സംസാരിക്കുമ്പോൾ, പാരബോളിക് ലാംഗ്വേജിൽ അവൻ യേശു കർത്താവ് സംസാരിക്കുമ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. അവനെ ചുറ്റി വലിയ പുരുഷാരം കടന്നു വന്നിരിക്കുകയാണ്. പുരുഷാരം ഹല്ലേലൂയ അവൻ പ്രത്യേകമായി 3 തരത്തിലുള്ള പുരുഷാരമാണ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നത്. അവിടെ എന്തോ വലിയ ജനക്കൂട്ടമുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നു. യേശു അവിടെയുണ്ട്. അവിടേക്ക് ഓടിച്ചെന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണുവാൻ വേണ്ടി ഒരു വലിയ ജനക്കൂട്ടം യേശുവിന്റെ അടുക്കലേക്ക് ഓടിക്കൂടി. അവിടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു നോളജ്, ഒരു ഇൻഫർമേഷൻ പ്രാപിക്കുക എന്നതാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക, കേൾക്കുക, ഒരു ഇൻഫർമേഷൻ പ്രാപിക്കുക, മടങ്ങി പോകുക. അവിടെ ലക്ഷ്യം അത് മാത്രമാണ്. അവൻ സ്തോത്രം. ഉപമകളിൽ കൂടെ കർത്താവ് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും അത് പ്രാപിക്കുവാൻ കഴിയില്ല. കാരണമുണ്ട്. അതിന് പ്രത്യേകമായ ഇന്റൻഷനോടുകൂടെ, അവൻ പ്രത്യേകമായ താല്പര്യത്തോടുകൂടെ അത് റിസീവ് ചെയ്യുന്നു, അവർക്ക് മാത്രമാണ് അതിന്റെ ബെനഫിറ്റ് അനുഭവിക്കുവാൻ കഴിയുക. ദൈവരാജ്യത്തെ പറ്റിയുള്ള മർമ്മങ്ങൾ കർത്താവ് ഉപമകളായി പ്രസ്താവിക്കുമ്പോൾ എല്ലാ ജനത്തിനും അതിനെ അവൻ ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ കണ്ണുണ്ട്, കാതുണ്ട്, അവർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പലതും കണ്ടനുഭവിച്ച് അവർ മടങ്ങി പോവുകയാണ്. ഒരു വലിയ കൂട്ടം ജനം യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് ഇതെല്ലാം കണ്ട് കേട്ട് അവർ അവരുടെ വഴിക്ക് പോയി. എന്നാൽ മറ്റൊരു കൂട്ടരെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവർ ഹല്ലേലൂയ ഈ കണ്ടതും കേട്ടതും അറിഞ്ഞതും ഹല്ലേലൂയ അവർ ഹൃദയത്തിലേക്ക് അവൻ സംഗ്രഹിക്കുവാനിടയാണ്. ഒരുപാട് ജനങ്ങൾ, പുരുഷന്മാരും മാത്രമല്ല പരീശന്മാരും ശാസ്ത്രിമാരും അവൻ യേശു ചെയ്ത അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കണ്ടിട്ട് അവൻ ഹല്ലേലൂയ ഇവരിൽ കൂടി എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർ ചിന്തിക്കുവാനിടയാണ്. ഹല്ലേലൂയ. രാത്രിയിൽ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഹല്ലേലൂയ പള്ളിപ്രമാണി യേശുവിന്റെ അടുക്കൽ വന്നത് അക്കാരണത്താലാണ്. അവൻ ന്യായപ്രമാണം അറിയാം, അവൻ ന്യായപ്രമാണം വായിച്ചിട്ടുണ്ട്. അവനത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഈ യേശു ചെയ്യുന്ന കാര്യങ്ങൾ അവൻ ദൈവം അവനോട് കൂടെയില്ല എങ്കിൽ അത് ചെയ്യുവാൻ കഴിയുകയില്ല. നിക്കോദിമോസ് പറയുകയാണ്, അവൻ വിശ്വസിക്കുന്നു ദൈവം നിന്നോട് കൂടെയില്ല എങ്കിൽ നിനക്കിത് ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. കേട്ടതും കണ്ടതുമായ കാര്യങ്ങളെ വെച്ച് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യേശുവിന്റെ അടുക്കിലേക്ക് വന്ന അവൻ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കണ്ടിട്ട് അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ പറ്റി അവൻ ഗ്രഹിച്ചതായ ജനം ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിൽ രണ്ടാമത്തെ കൂട്ടരാണ് ഹല്ലേലൂയ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന അനുഭവം.
ഭാഗമുണ്ട്. നോളജ് ഒന്നാമത്തെ ഭാഗം, അത് ഇൻഫർമേഷൻ ആണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗമാണ് അണ്ടർസ്റ്റാൻഡിങ്, കോംപ്രിഹെൻഷൻ, അഥവാ ആഴങ്ങളിലേക്ക് ഗ്രഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇൻസൈറ്റിൽ ഹല്ലേലൂയ, നമ്മുടെ ഇൻസൈഡിൽ ഉണ്ടാകുന്ന ആ ഗ്രഹണമാണ്, അറിവാണ്, അതിനെ പ്രാപിച്ച് ഉള്ളിൽ സ്വീകരിക്കുന്നതായ ഒരു അനുഭവമാണ് രണ്ടാമത്തെ കൂട്ടർ. ഹല്ലേലൂയ. അപ്പോൾ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കണ്ടവർ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അതിനെപ്പറ്റി ചിന്തിക്കുവാൻ തുടങ്ങി. അവർ ചിലത് അവരുടെ ജീവിതത്തിലും വ്യക്തിപരമായി പ്രാപിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അവർ കർത്താവായ യേശു ക്രിസ്തു അവൻ പടകിൽ കയറിയിരുന്നു. ഒന്നാമത്തെ അനുഭവം, ഇൻഫർമേഷൻ പ്രാപിച്ചതായ ജനത്തിന്റെ അനുഭവം പോലെ ആ പടക മണൽത്തിട്ടമേൽ നിൽക്കുകയാണ്. മണൽത്തിട്ടമേൽ നിന്ന പടകിനോട് യേശു പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വന്ന് കണ്ട് കേട്ട ഇൻഫർമേഷൻ പ്രാപിച്ചതുകൊണ്ട് ഒന്നും പ്രാപിക്കുവാൻ കഴിയില്ല. അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കണം. എന്താണ് അടുത്ത മണ്ഡലം? ആഴങ്ങളിൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുവാൻ, കോംപ്രിഹെൻഡ് ചെയ്യുവാൻ, ആഴങ്ങളിൽ ഗ്രഹിക്കുവാനിടയാകണം. അതുള്ളിലേക്ക് അവൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെ പ്രാപിച്ചെടുത്ത് അവൻ ഹൃദയത്തിനകത്തേക്ക് അതൊരു വിടുതലായി വ്യാപരിക്കത്തെ നിലയിൽ അവൻ അതിനെ സ്വീകരിപ്പാനിടയാകണം. അവൻ യേശു പറയുകയാണ്, നീ അവൻ ഈ പടക ഇത് കടക്കിങ്ങനെ ഇരുന്നാൽ മതിയാകുകയില്ല, അത് ആഴങ്ങളിലേക്ക് നിറക്കണം. ഹല്ലേലൂയ. അവൻ അല്പം കരയിൽ നീക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടു. അത് രണ്ടാമത്തെ അനുഭവമാണ്. ആഴങ്ങളിലേക്ക് ഇറക്കിയപ്പോൾ, കരയിൽ നീക്കപ്പെട്ടപ്പോൾ, കർത്താവായ യേശു ആ പടകിൽ കയറിയിരുന്ന ദൈവവചനം ആ ജനത്തോട് സംസാരിപ്പാനിടയായി. ദൈവവചനം സംസാരിപ്പാനിടയായി. അവൻ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഉപമകളായി പ്രസ്താവിക്കുകയാണ്, ദൈവരാജ്യം അവൻ കടുകുമണിയോട് സദൃശമാണ്, അത് വിതയ്ക്കാൻ പുറപ്പെട്ട വിത്തിനോട് സദൃശമാണ്. ചിലത് വഴിയരികെ വീണു. വഴിയരികെ വീണപ്പോൾ പറവകൾ കടന്നു വന്ന് അതിനെ കൊത്തിയെടുത്തു കൊണ്ടുപോയി. അവൻ അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകില്ല. അവൻ ഇൻഫർമേഷൻ പ്രാപിക്കുവാൻ വന്നവർക്ക് അവൻ അത് കണ്ടു കേട്ടു, അവർ അവരുടെ വഴിക്ക് പോയി, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. എന്നാൽ രണ്ടാമതൊരു കൂട്ടരുണ്ട്. അവൻ സ്തോത്രം. അവർ അത് കേട്ടു, കണ്ടു, പ്രാപിച്ചു, അവരുടെ ഹൃദയത്തിലേക്ക് അത് സ്വീകരിച്ചു. എന്നാൽ പാറമേൽ വീണ വിത്ത് പോലെ, അല്ലെങ്കിൽ അവൻ മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ, അത് അവൻ ആഴത്തിലേക്ക് വേറിറങ്ങുവാൻ കഴിയാതെ അവൻ സൂര്യന്റെ ചൂട് അടിച്ചപ്പോൾ ഉണങ്ങിപ്പോകുവാനിടയായി. വേരുകൾ കാലത്തിലേക്ക് ഇറങ്ങുവാൻ കഴിഞ്ഞില്ല. മുള്ളും പറക്കാരെയും വളർന്ന് അതിനെ ഞെരുക്കിയപ്പോൾ അത് ഞെരിഞ്ഞ് അമർന്ന് ഇല്ലാതായി തീരുവാനിടയായി. അതുകൊണ്ട് യാതൊന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ പുരുഷാരം അനേക കർത്താവിന്റെ പിന്നാലെ അനുഗമിച്ചു. അവർ അവന്റെ വചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. അവന്റെ പിന്നാലെ കൂടി അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവന്റെ പിന്നാലെ അവർ യാത്ര ചെയ്തു. എന്നാൽ അവർക്ക് ആ പ്രാപിച്ചതായ കാര്യങ്ങളിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ സാഹചര്യങ്ങളായിരിക്കാം, അവരുടെ ചുറ്റുപാടുകളായിരിക്കാം, അവരെ ഞെരുക്കുന്ന അനുഭവങ്ങളായിരിക്കാം, കേൾക്കപ്പെട്ടതായ അനുഭവങ്ങള്, നിത്യജീവന്റെ വചനങ്ങള് അവർ പ്രാപിച്ചെടുത്തു. എന്നാൽ അത് അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുവാനിടയായില്ല. വിടുതൽ പ്രാപിക്കുവാനായിട്ട് അവർക്ക് സാധ്യമായില്ല. അതുകൊണ്ട് അവർ പോയ വഴിയിൽ അത് അവർക്ക് നഷ്ടമാകുവാനിടയായി. മൂന്നാമത്തെ അനുഭവമാണ് അവൻ വിസ്ഡം എന്ന് പറയുന്നത്. അവൻ നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡം. വിസ്ഡം എന്ന് പറയുന്നത് എന്താണ്? അവൻ പ്രാപിച്ച കാര്യങ്ങൾ, ഗ്രഹിച്ചതായ കാര്യങ്ങൾ, ഹൃദയത്തിൽ ഏറ്റെടുത്തതായ കാര്യങ്ങൾ അവൻ ഇംപ്ലിമെന്റ് ചെയ്യുക. അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുന്ന അനുഭവമാണ് വിസ്ഡം അഥവാ ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവൻ ചിലർ അവർ കർത്താവിനുള്ള പ്രാപിച്ചതും കേട്ടതും ഏറ്റെടുത്തതും തങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കുവാൻ അവർ
സന്നദ്ധരായി തീർന്നു. യേശു കഥ പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്. ജനമെല്ലാം കേൾക്കുന്നുണ്ട്, അവർക്ക് കാതുകളുണ്ട്, അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെങ്കിൽ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല, അവർക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾക്കോ സ്വർഗരാജ്യത്തെ കുറിച്ച് അറിയുവാനുള്ള, അതിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാനുള്ള വരം ലഭിച്ചിരിക്കുന്നു. ആ വരം അവർക്ക് ലഭിച്ചിരിക്കുന്നുണ്ട്. അവർ പേഴ്സണലായിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അവരുടെ പടകുകളെ അവർ ഉപേക്ഷിച്ചു, അവരുടെ വലകളെ അവർ ഉപേക്ഷിച്ചു, അവരുടെ ജോബ് അവർ ഉപേക്ഷിച്ചു. അവർ യേശുവിന്റെ പിന്നാലെ സർവ്വതും തിരിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ കടന്നു വന്ന യേശുവിനോട് ആ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെ കുറിച്ച് ആഴമായി ഗ്രഹിക്കുകയും അതിനെ തങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് വലിയ ദൈവ പ്രവൃത്തികൾ അവൻ നടക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം അവൻ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവ പ്രവൃത്തികൾ അവൻ നടക്കുവാനിടയാകണമെങ്കിൽ അവൻ ദൈവത്തിന്റെ വചനം പ്രാപിച്ചു അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാനായി നാം തയ്യാറാകുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ അവൻ യേശു കർത്താവ് പറയുകയാണ്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായും എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും അവൻ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം കേട്ട് അതിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമാണ് ശിഷ്യന്മാരായി തീരുവാൻ കഴിയുക. അവർ സത്യത്തെ അറിയണം. ഒരു വിസ്ഡം പോലെ അവന്റെ ജീവിതത്തിൽ സത്യത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻ മാത്രമല്ല അവൻ ഗ്രഹിക്കുക മാത്രമല്ല, അത് വിശദമായി അവന്റെ ജീവിതത്തിലേക്ക് പ്രായോഗിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വിടുതലായി, അവൻ സൗഖ്യമായി, അവൻ സ്വാതന്ത്ര്യമായിട്ട് വ്യാപരിപ്പാനിടയായി തീരും. യേശുവിന്റെ വികാരമുള്ള നാമത്തിൽ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആർക്കാണ് സത്യം അറിഞ്ഞു കഴിയുമ്പോൾ അത് സ്വാതന്ത്ര്യം വരുത്തുന്നത്? അവൻ ബന്ധനങ്ങളെയാണ് ഈ സത്യം അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നത്. അത് ബന്ധനങ്ങളെ അറുക്കുന്നത്. ആരുടെ മുഖങ്ങളെയാണ് അവൻ സത്യം അറിയുമ്പോൾ അവൻ തകർക്കപ്പെടുവാനിടയാകുന്നത്. അവൻ ഈ കേട്ടതായ വചനം, ഈ ഗ്രഹിച്ചതായ വചനം ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതം അവൻ സംഭവിപ്പാനിടയായി തീരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ 1-ാം നൂറ്റാണ്ട് കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും അവസാനിച്ചിട്ടില്ല. അവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി 1-ാം നൂറ്റാണ്ട് കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ജീവിതത്തിലാണ് ഇത് സംഭവിക്കുക? കണ്ട് കേട്ട് അവൻ മടങ്ങിപ്പോകുന്നവരുടെ ജീവിതത്തിലല്ല. അവൻ കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്ത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ അവൻ തയ്യാറാകുന്ന വ്യക്തികളുടെ മേൽ പരിശുദ്ധമാവന്റെ ശക്തി ഇറങ്ങി വരും. അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ നടത്തുവാൻ ഇടയാകുന്നു. ഹല്ലേലൂയ. അവൻ പുരുഷാരത്തിൽ ചിലർക്ക് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അപ്പവും ഒക്കെ തിന്ന മീനും തിന്ന് അവർ അവരുടെ വഴിക്ക് പോയി. മറ്റു ചിലർ ഇതെന്താണ് സംഭവിക്കുന്നത്? അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. പിന്നെയും കേൾക്കുവാൻ ആഗ്രഹിച്ച് അവരുടെ പിന്നാലെ കടന്നുകൂടി. അവർക്ക് പിന്നെയും പ്രാപിക്കുവാൻ കഴിഞ്ഞു. ചില അത്ഭുതങ്ങളെ അവർക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞു, സ്വീകരിപ്പാൻ കഴിഞ്ഞു, വിടുതൽ പ്രാപിപ്പാൻ കഴിഞ്ഞു, സൗഖ്യം പ്രാപിപ്പാൻ കഴിഞ്ഞു. എന്നാൽ അവർ ദൈവസന്നിധിയിലേക്ക് അവൻ പിന്നെ കടന്നു വന്നില്ല. അവർ അവരുടെ വഴിക്ക് പോയി. കാരണം എന്താണ്? അവൻ പാറമേൽ വീണ വിത്ത് പോലെ, അവൻ മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ അവൻ തകർക്കപ്പെട്ടു പോകുവാനിടയായി. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. കേട്ട വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവരുടെ സാഹചര്യങ്ങൾ അവരെ ഞെരുക്കി. അവരുടെ സന്ദർഭങ്ങൾ അവർക്ക് പ്രതികൂലമായിരുന്നു. പരീക്ഷന്മാരും ശാസ്ത്രിമാരും പലരും
ഈ വചനം കേട്ടിട്ട് അവർക്ക് യാതൊന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. നിത്യജീവനെ പ്രാപിക്കുവാൻ അവർക്ക് സാധ്യമായില്ല. ഹല്ലേലൂയ. എന്നാൽ ചിലർ ഹല്ലേലൂയ അവൻ കേൾക്കപ്പെട്ടതായ വചനം അത് നിത്യജീവന്റെ വഴികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഹല്ലേലൂയ അപ്പവും മീനും തിന്നത് കൊണ്ട് മാത്രം അവർക്ക് തൃപ്തി വന്നില്ല. അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വലിയ ആവേശമുണ്ടായി. ഇവൻ ഹല്ലേലൂയ മശികയാകുന്നു, ഇവനിൽ നിത്യജീവന്റെ മൊഴികളുണ്ട്. അവൻ ഇവന്റെ അടുക്കൽ അവൻ ഹല്ലേലൂയ നമ്മുടെ ദാഹത്തെ തീർക്കുവാൻ കഴിയുന്ന അവൻ നിത്യജീവന്റെ മൊഴികളുണ്ട്. അവൻ നിത്യജീവന്റെ നദി ഇവനിലുണ്ട്. അതിനെ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോട്, ഈ നദിയിലുള്ള പാനം ചെയ്യണമെന്ന ആഗ്രഹത്തോട്, ഈ നദിയിലുള്ള കുടിക്കണമെന്ന ആഗ്രഹത്തോട് മറ്റു ചിലർ യേശുവിന്റെ പിന്നാലെ അനുഗമിപ്പാനിടയാൽ വെറുതെയല്ല, അവർ വില കൊടുത്ത് അനുഗമിപ്പാനിടയാൽ അവരുടെ പടകുകളെ ഉപേക്ഷിച്ച്, അവൻ വലയെ ഉപേക്ഷിച്ച്, അവരുടെ തൊഴിലിനെ ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ വില കൊടുത്ത് അവന്റെ പിന്നാലെ അനുഗമിച്ച അവൻ ജനത്തിന്റെ മേൽ അവന്റെ ആത്മാവിനെ പകർന്നു. അവരിൽ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാനിടയാണ്. അവൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അവസാനിച്ചു പോയില്ല. ഇന്നും ദൈവത്തിന്റെ പ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കരം ഇന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഹല്ലേലൂയ കേട്ടതായ വചനം ഹൃദയത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കാൻ കഴിയുക. അവൻ കർത്താവ് പറഞ്ഞു, അവൻ ഹല്ലേലൂയ വചനം സംസാരിച്ചതിന് ശേഷം പത്രോസിനോട് പറയുകയാണ്, ആഴങ്ങളിലേക്ക് മീൻപിടുത്തത്തിന് വേണ്ടി വലയിറക്കുക. ആഴങ്ങളിലേക്ക് മീൻപിടുത്തത്തിന് വേണ്ടി വലയിറക്കുവാൻ പത്രോസിനോട് ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു മടിയും കൂടാതെ പത്രോസ് അതിന് തയ്യാറായി. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ സ്വന്തം 3-ാമത്തെ അനുഭവത്തിലേക്ക്, അവൻ 1-ാമത്തെ അനുഭവം നോളജ് പ്രാപിക്കുക എന്നുള്ളതാണ്, ഇൻഫർമേഷൻ. 2-ാമത്തെ അനുഭവം അണ്ടർസ്റ്റാൻഡിങ്, കോംപ്രിഹെൻഷൻ, ആഴത്തിൽ ഗ്രഹിക്കുക എന്നുള്ളതാണ്. 3-ാമത്തെ അനുഭവമാണ് അതിൽ നിന്നും അല്പം കൂടെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന അനുഭവം, അത് പ്രായോഗികമാക്കുക, അത് അനുസരിക്കുക. ദൈവവചനം കേട്ട പത്രോസ് മടി കൂടാതെ അവൻ കർത്താവ് ഞങ്ങളുടെ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്, ഒന്നും കിട്ടിയില്ല, പക്ഷെ നിന്റെ വാക്കിന് വലയിറക്കാം, നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ആഴങ്ങളിലേക്ക് തന്റെ പടകിനെ യേശുവിന്റെ വാക്കിനെ അനുസരിച്ചുകൊണ്ട് ആഴങ്ങളിലേക്ക് ഇറക്കിയപ്പോൾ അവൻ വല വീശി ഒരു വലിയ അത്ഭുതകരമായ പെരുത്ത മീൻകൂട്ടം അവൻ അകപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ഇരുട്ടിലിരുന്ന ജനത്തിന് വലിയൊരു പ്രകാശമുണ്ടായി. കടൽ വഴിയായി ഒരു വലിയ വെളിച്ചം അവർക്കുണ്ടായി. നൂറ്റാണ്ടുകളായി പത്രോസിന്റെ അവൻ പാരമ്പര്യങ്ങൾ എടുത്തു നോക്കിയാൽ നൂറ്റാണ്ടുകളായി അവൻ ഹല്ലേലൂയ ശൂന്യതകൾ മാത്രമായിരുന്നു തന്റെ പടകിലുണ്ടായിരുന്നത്, തന്റെ ഭവനത്തിലുണ്ടായിരുന്നത്. തന്റെ സെബൂലൂൻ നഫ്താലി ദേശങ്ങളിൽ, ഗലീല ദേശങ്ങളിൽ, ഹല്ലേലൂയ ജാതികളുടെ ഗലീല എന്നറിയപ്പെടുന്ന ദേശത്ത് ഇരുട്ടിലും അന്ധതമസിലുമായിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു. അവർക്ക് ഹീനത സംഭവിച്ചു. എന്നാൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ അവർക്ക് ഹല്ലേലൂയ വലിയൊരു വെളിച്ചമുണ്ടാകുവാൻ അവർ യേശു കർത്താവ് കടൽ വഴിയായി പടകിൽ ഇരുന്നുകൊണ്ട് അവൻ ഹല്ലേലൂയ അവരോട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനിടയായി അവൻ ഹല്ലേലൂയ വചനത്തെ കേട്ടതായി ജനത്തിന്റെ മേൽ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ, അടുത്ത സ്റ്റെപ്പിലേക്ക് ആത്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുവാൻ തയ്യാറായ ജനത്തിനു വേണ്ടി ഒരു വലിയ അത്ഭുതത്തെ അവൻ കർത്താവ് ചെയ്തെടുക്കുവാനിടയായെങ്കിൽ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ എത്രയോ തയ്യാറായി മുൻപോട്ട് വരും. ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഒരു അത്ഭുതം കാണുവാൻ അവർ ദൈവത്തിന്റെ പടകിനെ ഒരുക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇരുട്ടിലും അന്ധതമസിലുമായ ജനത്തിന് മേൽ വലിയൊരു വെളിച്ചമുണ്ടായതുപോലെ ഒരു വലിയ വെളിച്ചം അവൻ ചുറ്റിനെ പ്രകാശിപ്പിക്കുക, സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിന് മേൽ പ്രകാശിക്കുവാനിടയാകും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രവാചകനായ യെശയ്യാവിന്റെ പ്രവചനത്തിന് നിവർത്തിയായിട്ടാണ് അവൻ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു കടൽ വഴിയായി കടന്നു വന്ന പത്രോസിന്റെ പടകിൽ അത്ഭുതം ചെയ്ത് ആ പത്രോസിന് മാത്രമല്ല തന്റെ കൂട്ടാളികൾക്കും ആ കൂട്ടാളികൾക്കും
മാത്രമല്ല ആ ദേശത്തിന് മുഴുവൻ ആ ശൂന്യത ഉണ്ടായിരുന്നു. ആ ശൂന്യതയെ കർത്താവ് നികത്തുവാനിടയായി. ഹല്ലേലൂയ. ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണമായിരുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. അവൻ ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വലിയൊരു വെളിച്ചം ഹല്ലേലൂയ നൽകുമെന്ന ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ അവിടെ നിവർത്തീകരിക്കപ്പെടുവാൻ. അതുകൊണ്ട് ഉപമകളായി സംസാരിച്ചതിന്റെ കാരണം എന്താണ്? എല്ലാവരും അത് കേട്ടിട്ട് ഗ്രഹിച്ചില്ല, എല്ലാവരും അത് കണ്ടിട്ട് അറിഞ്ഞില്ല. ചിലർ അതിനു വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറാണ്. കണ്ട് കേട്ട് മടങ്ങി പോവുകയല്ല, അല്പം കൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് അവർ ആഗ്രഹിച്ചു. ആഴങ്ങളിലേക്ക് ഇറങ്ങി അവൻ ചിലത് അവനിൽ നിന്ന് അവൻ പ്രാപിക്കുവാനിടയായി, നിത്യജീവന്റെ വചനങ്ങളെ പ്രാപിക്കുവാനിടയായി. അവിടെ കൊണ്ടും അവർ അവസാനിപ്പിച്ചില്ല, അതിൽ നിന്നും ആഴങ്ങളിലേക്ക് അവർ സഞ്ചരിക്കുവാൻ തയ്യാറായി. ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അവൻ ഹല്ലേലൂയ അവിടെയാണ് അത്ഭുതങ്ങളുടെ കലവറ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ തയ്യാറായ നാം ആയിരിക്കുന്ന മണ്ഡലം കൊണ്ട് അവിടെ കൊണ്ട് ഒതുങ്ങിക്കൂടുവാനല്ല, അതിൽ നിന്ന് അല്പം കൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവവചനത്തിൽ അവൻ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ തയ്യാറായാൽ, അനുസരിക്കുവാൻ തയ്യാറായാൽ, കേൾക്കപ്പെട്ട വചനത്തിൽ നിലനിൽക്കുവാൻ തയ്യാറായാൽ അവൻ ഹല്ലേലൂയ കർത്താവിന്റെ പടകിൽ അത്ഭുതം സംഭവിച്ചതുപോലെ വലിയൊരു അത്ഭുതം അവൻ നമ്മുടെ ജീവിതമാകുന്ന പടകിൽ വെളിപ്പെടുവാനിടയാകും. ഇന്ന് വിശ്വാസമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ദൈവ പ്രവൃത്തി അവൻ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സഭയിൽ അവൻ വെളിപ്പെടുവാൻ പോകുകയാണ്. വചനം കേട്ട് അനുസരിക്കുന്ന ജനത്തിന്റെ മേൽ വലിയൊരു ദൈവ പ്രവൃത്തി വ്യാപരിപ്പാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും 1-ാം നൂറ്റാണ്ട് കൊണ്ട് അവസാനിച്ചിട്ടില്ല. അതിൽ നിന്നും സംഭവിക്കുകയാണ്. അത് ഇന്നും നമ്മുടെ മതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അധികാരത്തിന് താക്കോൽ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആത്മീയ അധികാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളോട് സമർപ്പിച്ചു കൊടുക്കാമോ? യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അവൻ കാണാൻ കണ്ണുള്ളവൻ കാണട്ടെ എന്ന വചനം പോലെ അവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് നമ്മുടേതായ മണ്ഡലങ്ങളിൽ, ജോലിയിൽ, നമ്മുടേതായ ആ ജീവിത മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി അവൻ വചനത്തെ നിഷ്ക്രിയമാക്കുവാനല്ല, അവൻ ഹല്ലേലൂയ ഉള്ളിലും പറക്കായലും വീണ വചനം പോലെ, അവൻ ഹല്ലേലൂയ പാറമേൽ വീണ വചനം പോലെ അതിനെ ഇല്ലാതെ ആക്കി കളയുവാനല്ല, നശിപ്പിച്ചു കളയുവാനല്ല, ആഴങ്ങളിലേക്ക് അതിനെ സ്വീകരിച്ചുകൊണ്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അത്ഭുതം നാം ഓരോരുത്തരും എന്ന് സഞ്ചരിപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിച്ചു കൊടുക്കാം. യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും ദിവസത്തിൽ അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും ദിവസത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ ദൈവം